പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും നയനയും ചന്തുമോളെയും കൂട്ടിയിട്ട് സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ദേവയാനിയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അബി അങ്ങോട്ടേക്ക് വരുന്നത്. അബിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പറയുന്ന സമയത്ത് അബി പറയുന്നുണ്ട്, എൻ്റെ അനുഗ്രഹം എന്തിനാ വാങ്ങുന്നത്, സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ തന്നെ നവ്യ ഇവളുടെ അയലത്ത് വന്നു പോകരുത് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ദേഷ്യപ്പെട്ടിട്ട് അബി ഈ കാര്യം പറയുന്നത് കേട്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അല്ലെങ്കിലും നിൻ്റെ അനുഗ്രഹം അവൾക്ക് വേണ്ട, പിന്നെ നീ അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കൊടുത്ത അനുഗ്രഹമൊക്കെ താനേ ഇല്ലാണ്ടായി പോകും, അതിനെക്കൊണ്ട് മോൾക്കത് ഗുണമൊന്നും ചെയ്യത്തില്ല, അതിനെക്കൊണ്ട് നിൻ്റെ അനുഗ്രഹമൊന്നും അവൾക്ക് വേണ്ട എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശനും വേണ്ട വിധത്തിൽ അബിക്ക് ചീത്ത പറയുന്നുണ്ട്, അബിയോട് ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ അബി അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് ദേവയാനിയോടും, അല്ല മുത്തശ്ശൻ്റെ വക ഒരു ലാട്ട് എനിക്ക് ചീത്ത കേട്ടു, ഇനി അമ്മയുടെ വക ചീത്തയെങ്കിലും ഉണ്ടെങ്കിൽ അതും പറഞ്ഞോ, ഇനിയിപ്പോൾ അതും കൂടെ കേട്ടിട്ട് അങ്ങ് പോകാമെന്ന് കരുതിയെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിയോട് ചാടിക്കളിക്കുകയാണ് അബി. അപ്പോൾ അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, അല്ലെങ്കിലും നിന്നോട് ചീത്തയല്ല പറയേണ്ടത്, നിനക്ക് കാണിച്ചു തരികയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് നയന ചന്തുവുമായിട്ട് സ്കൂളിൽ എത്തുകയാണ്. എന്നിട്ട് അവിടെ ആ പ്രിൻസിപ്പൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ പേര് അമ്മയുടെ പേരൊക്കെ എന്താണ് ചേർക്കേണ്ടത്, പിന്നെ അച്ഛൻ്റെ പേര് ഇവിടെ കുട്ടിയുടെ കൂടെ ചേർക്കൽ നിർബന്ധമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും വേണ്ട, അമ്മയുടെ പേരിൽ അച്ഛനില്ലാത്ത മക്കളൊക്കെ അമ്മയുടെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്, അതിനെക്കൊണ്ട് തന്നെ ചാന്ദിനി അനഘ എന്ന് ചേർത്താൽ മതി എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സ്കൂളിലൊക്കെ ചേർത്തിട്ട് അവർ തിരികെ പോരുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ അബി ഓഫീസിലിരിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ ആദർശ് മാനേജറായിട്ട് നിയമിച്ചിട്ടുള്ള, അബിയുടെ എല്ലാ കാര്യവും നോക്കാനും ആ ഒരു അബിയെ ചാർജ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിൻ്റെ മേൽനോട്ടമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മാനേജർ അബിയോട് വന്നിട്ട് സ്വർണത്തിൻ്റെ കണക്കൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്വർണത്തിൻ്റെ നഷ്ടമൊക്കെ കാണിക്കുന്നുണ്ട്, ഇതൊക്കെ എവിടെയാണ് പോയത് എന്നുള്ളത് അറിയില്ല, പിന്നെ സാർ അറിയാതെ ഇതെവിടെയും പോവില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ അബി ചോദിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വ്യക്തമായിട്ടുള്ള കണക്കുകളുണ്ട്, കണക്കുകളില്ലാത്ത സ്വർണമാണ് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, അതെന്തായാലും ഞാൻ തെളിയിക്കും, അത് ആദർശിൻ്റെ മുന്നിൽ ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ട്, നിങ്ങൾ ആദർശാണല്ലോ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ സ്വർണത്തിൻ്റെ കണക്കൊക്കെ നഷ്ടം വന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് പറയേണ്ടത് നിങ്ങളാണ്, അല്ലാതെ ഞാനല്ല, പിന്നെ ഇത് എൻ്റെ സ്ഥാപനമല്ല, അതിനെക്കൊണ്ട് എനിക്ക് കണക്ക് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ മാനേജർ പറയുന്നുണ്ട്, ആദർശ് സാർ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കണക്ക് പറഞ്ഞിരിക്കും, അതിൻ്റെ വ്യക്തമായിട്ടുള്ള കണക്ക് കൊടുത്തിരിക്കും, അതിൽ പെടാൻ പോകുന്നത് സാറായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെയൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നല്ലത് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് നിങ്ങളല്ല എന്നോട് പറയേണ്ടത്, എന്നെ നിയമിച്ചിട്ടുള്ള ആദർശ് സാർ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ പോകും എന്നൊക്കെ ആ മാനേജർ പറയുന്നുണ്ട്. അങ്ങനെ ആകെ കള്ളക്കളികളൊക്കെ പിടിക്കും എന്നുള്ള ഒരു അവസ്ഥയിലാണ് അബി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നവ്യയെ സോപ്പിട്ടിട്ട് ഇതിനൊരു പരിഹാരം കാണാനുള്ള ഒരുക്കത്തിലാണ് അബി. അങ്ങനെ നേരെ അനന്തപുരിയിലോട്ട് പോയിട്ട് നവ്യയോട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അബി പറയുന്നുണ്ട്, ഇതിപ്പോൾ ഞാൻ സ്വർണ്ണ മോഷണമൊന്നും നടത്തിയിട്ടില്ല, പല ആളുകൾക്ക് സ്വർണത്തിൻ്റെ പൈസ അധികം കിട്ടുന്ന സമയത്ത് നമ്മൾ മറച്ച് വിൽക്കുന്നത് അത് പതിവുള്ള കാര്യമാണ്, എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്, അതിലിപ്പോൾ വലിയ തെറ്റൊന്നുമില്ല, പിന്നെ ആദർശ് ഇത് എന്നോട് അറിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് എന്നെ വഴക്ക് പറയും, അതിനാണ് ആ പുതിയ മാനേജറെ നിയമിച്ചിട്ടുള്ളത്, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ, എനിക്ക് അവിടെ ഒരു പോസ്റ്റ് തന്ന് എന്ന് കരുതിയിട്ട് എല്ലാ അധികാരവും ഇപ്പോഴും എനിക്ക് ആയിട്ടില്ല, അതിനെക്കൊണ്ട് നീ മുത്തശ്ശനോട് ഇത് സംസാരിക്കണം, ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ അവതരിപ്പിക്കണം, നീ പറഞ്ഞാൽ മുത്തശ്ശൻ അതനുസരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇതൊന്നും സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്, ഇതൊന്നും വലിയ തെറ്റൊന്നുമല്ല, അതിനെക്കൊണ്ട് അത് നീ മുത്തശ്ശനോട് പറഞ്ഞാൽ മതി എന്നൊക്കെ നവ്യയെ പിരികേറ്റിട്ട് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ നവ്യ ഇക്കാര്യത്തെക്കുറിച്ച് മുത്തശ്ശനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് വല്ലാണ്ട് അബിയെ ചീത്ത പറഞ്ഞു എന്നുമൊക്കെ പറഞ്ഞിട്ടാണ് പരാതിപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവനെ തിരിമറി ചെയ്തിട്ടാണല്ലോ ആദർശ് ഇവനെ ചീത്ത പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെയാണ് ആദർശ് ഇവനെ ബ്രാഞ്ച് ഏൽപ്പിച്ച സമയത്ത് അവിടെ മാനേജറായിട്ട് ആദർശിനെ അറിയുന്ന ആളെ തന്നെ നിയമിച്ചിട്ടുള്ളത്, കാരണം ഇവൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് ആദർശിന് വ്യക്തമായിട്ട് അറിയാം, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അതിവിടെ വലിയ കാര്യമാണ്, പക്ഷേ ആദർശ് ഏട്ടൻ കുറ്റം ചെയ്താൽ അതിവരെ ആർക്കും പ്രശ്നമല്ല, അതുകൊണ്ടാണല്ലോ കല്യാണത്തിന് മുമ്പേ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടും ഇവിടെയൊക്കെ എല്ലാവരും അംഗീകരിച്ചത്, എന്തായാലും അത്രത്തോളം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല, കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടിയെ ജന്മം നൽകിയ അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക ആ രീതിയിലുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ
നമ്മുടെ അഭിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. എന്നിട്ട് അഭിയോട് ചൂടാവുന്നുണ്ട്. എന്നിട്ട് അഭിയോട് പറയുന്നുണ്ട്, നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട, ആദർശിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൻ്റെ നാവിനെ പൊങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ നാവ് ഞങ്ങൾ പിഴുതെടുക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഇനി നീ ആ ഒരു സ്ഥാപനത്തിൽ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലും എനിക്കൊരു തീരുമാനം എടുക്കാനുണ്ട്. പിന്നെ പോയിട്ട് അവിടുന്ന് സ്വർണം, ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് സ്വർണം ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്കെല്ലാം നീ എന്നെ ബോധിപ്പിച്ചിരിക്കണം. എന്നിട്ട് നീ ആ ഒരു സ്ഥാപനത്തിലേക്ക് തിരികെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വാണിംഗ് കൊടുക്കുകയാണ് മുത്തശ്ശൻ. അങ്ങനെ അഭിയാണെങ്കിൽ ആകെ പേടിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്.